വെൽക്കം ടു എക്സലന്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ നോക്കാം. റെപ്രസെൻറ്റ് ദ ഫോളോയിങ് ഡേറ്റ ഇൻ പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. Year 1990, 1991. Number of students admitted in Arts 250, 240. Commerce 50, 120. Science 200, 240. ഫസ്റ്റ് നമ്മൾ പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ കാൽക്കുലേഷൻസ് ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻസ് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ കാൽക്കുലേഷൻസ് ആണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഉള്ള കാറ്റഗറി കൊടുക്കുന്നു. 2 ഇയർ ആണ് നമുക്ക് തന്നത്. ഫസ്റ്റ് 1990 അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1991 അതിൻ്റെ പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് കാറ്റഗറി തന്നിരിക്കുന്നു നോക്കാം. ആർട്സ്, അതുപോലെ തന്നെ കൊമേഴ്സ്, പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്? സയൻസ്. ഇങ്ങനെ 3 കാറ്റഗറിയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി 1990 ആർട്സിൻ്റെ എമൗണ്ട് എത്രയാണ്? 250 അല്ലേ? അതുപോലെ 1990 കൊമേഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 50. അതുപോലെ 1990 സയൻസിൻ്റെ വാല്യൂ എത്രയാണ്? 200. നെക്സ്റ്റ് 91ലെയും കൂടി നമുക്ക് എഴുതാം. 91 ആർട്സ് എത്രയാണ്? 240. നെക്സ്റ്റ് 1991 കൊമേഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 120. 1991 സയൻസിൻ്റെ വാല്യൂ എത്രയാണ്? 240. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1991 ഈ ആർട്സിൻ്റെയും കൊമേഴ്സിൻ്റെയും സയൻസിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 500 ആണ്. അതുപോലെ 1991 ആർട്സ്, കൊമേഴ്സ്, സയൻസിൻ്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ 600 എന്ന് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഇവിടെ ഏതാണ്? ആർട്സ് ഇവിടെ എത്രയാണ്? 250. അപ്പോൾ എങ്ങനെ എഴുതാം? 250 ഡിവൈഡ് ബൈ ടോട്ടൽ ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? 500 ഇൻറ്റു പെർസെൻറ്റേജ് നമ്മൾ എന്താണ്? 100 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? 50%. 50 എന്ന് എഴുതിയാലും മതി. നെക്സ്റ്റ് നോക്കുക. ഇവിടെ കൊമേഴ്സ് എത്രയാണ്? 50 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 500 ഇൻറ്റു 100 ഈസിക്കൽ ടു 10%. നെക്സ്റ്റ് സയൻസ് എത്രയാണ്? 200 ബൈ ടോട്ടൽ എത്രയാണ്? 500 ഇൻറ്റു 100 ഈസിക്കൽ ടു 40%. അതേപോലെ തന്നെ 1991 പെർസെൻറ്റേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയാണ്? ആർട്സ് 240 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 600 ഇൻറ്റു 100 ഈസിക്കൽ ടു 40% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നെക്സ്റ്റ് കൊമേഴ്സ് എത്രയാണ്? 120 ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു 100 ഈസിക്കൽ ടു 20%. നെക്സ്റ്റ് 240 സയൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ 600 ഇൻറ്റു 100 ഈസിക്കൽ ടു 40%. ഇനിയാണ് നമ്മൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ 0 എന്ന് നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നു അല്ലേ? ഇയർ ഏതൊക്കെയാണ്? 90, 90, 91. ഇവിടെ നമുക്ക് കൊടുക്കാം
ഇവിടെ നമുക്ക് ഇയർ വൈ ആണ്, ഇവിടെ നമുക്ക് എന്താണ് എക്സ് ആണ് ഇയർ ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് വൈ എന്ന് വൈ ആക്സസ് എന്ന് കൊടുക്കാം. അതിൻ്റെ വിഡ്ത്ത് നമുക്ക് കൊടുക്കുന്നത് പെർസെൻറ്റേജ് ആയിട്ട് 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഇനി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം ഏതാണ്? 90 നമുക്ക് ആർട്സിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 50. അതുപോലെ തന്നെ കൊമേഴ്സ് അതിന് 10, അതുപോലെ സയൻസ് എത്രയാണ്? 40. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 100 ആണെന്നറിയാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 100ലേക്ക് വരയ്ക്കുക. വരച്ചു. ഇനി ആ ഇയറിൽ ആർട്സ് എത്രയാണ്? 50 ആണ്. ഉണ്ടോ? 50ലേക്ക് നമ്മൾ വരയ്ക്കുന്നു. 50. നെക്സ്റ്റ് എത്രയാണ്? 10. കൊമേഴ്സ് എത്ര? 10. ഇവിടെ നിന്ന് വീണ്ടും 10% വരച്ചു. നെക്സ്റ്റ് എത്രയാണ്? 40%. ഇവിടെ നിന്ന് 40%. നെക്സ്റ്റും അതേപോലെ 1991 നമുക്ക് വരയ്ക്കാം. ടോട്ടൽ എത്രയാണ്? 40% പ്ലസ് 20% പ്ലസ് 40 എത്രയാണ്? 100 ആണ്. ഇനി 1991 ആർട്സ് എത്രയാണ്? 40% ഉണ്ടോ? 40% വരച്ചു. നെക്സ്റ്റ് എത്രയാണ്? കൊമേഴ്സ് 20%. ഇവിടെ നിന്ന് 20% വരച്ചു. നെക്സ്റ്റ് എത്രയാണ്? 40%. ഇനി നമുക്കിതിന് ഷെയ്ഡ് കൊടുക്കണം അല്ലേ? ആർട്സിനെല്ലാം സെയിം ഷെയ്ഡ് കൊടുക്കാം. മനോഹരമായി നിങ്ങൾ ചെയ്യുമ്പോൾ മനോഹരമായി ഷെയ്ഡ് കൊടുക്കുക. ഉണ്ടോ? ഇനി കൊമേഴ്സിന് കൊടുക്കുന്ന ഷെയ്ഡ് ഉണ്ടോ? ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു. ഇത് ഇഷ്ടമുള്ള ഷെയ്ഡുകൾ കൊടുക്കാം. ഇനി സയൻസിന് കൊടുക്കുന്ന ഷെയ്ഡ് ഇങ്ങനെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഉണ്ടോ? ഇനി നമുക്ക് ഇവിടെ സൈഡിൽ നമുക്കൊന്ന് ഇതൊന്ന് വരച്ച് നോക്കാം. ഇങ്ങനെ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഷെയ്ഡ് കൊടുക്കുന്നത് എന്താണെന്ന് കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ സയൻസ് ഫസ്റ്റ് കൊടുത്തു. സയൻസിന് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ? ഇങ്ങനെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അടുത്ത് കൊമേഴ്സാണ്. കൊമേഴ്സിന് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ആർട്സാണ് കൊടുത്തിരിക്കുന്ന ഷെയ്ഡ്. ഇനി ഇവിടെ വൈ ആക്സിസിൽ നമ്മൾ എന്താ എഴുതിയ? ഇയർ എഴുതി. നെക്സ്റ്റ് എന്താ എഴുതിയ? നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ. ഹെഡിങ് നമുക്ക് എഴുതാം. എന്താണ്? പെർസെൻറ്റേജ് ബർഡേ ഇരുന്ന് ഹെഡിങ്ങും എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹിസ്റ്റോഗ്രാം എങ്ങനെ ഡ്രോ ചെയ്യാമെന്ന്. ഡ്രോ എ ഹിസ്റ്റോഗ്രാം ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. 2 columns ആണ് ക്ലാസ്. സെക്കൻഡ് കോളം എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 0 to 10, 10 to 20, 20 to 30, 30 to 35, 35 to 50. എഫ് 30, 70, 50, 30, 60. ഫസ്റ്റ് നമ്മൾ വൈ ആക്സസും എക്സ് ആക്സസും വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എക്സ് ഇതാണ് വൈ. ഇവിടെ 0 കൊടുക്കുന്നു. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് ആണ് അല്ലേ? ക്ലാസ് നമ്മൾ എന്താണ്? എക്സ് ആക്സസിലാണ് എൻ്റർ ചെയ്യുക.
എക്സ് ആക്സിസ് നമുക്ക് ക്ലാസ് എൻ്റർ ചെയ്യാം അല്ലേ. 0 to 10, 10, 20, 30, 40, 50, 60 വരെ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് വൈ ആക്സിസിൽ നമുക്ക് ഫ്രീക്വൻസി നെറ്റ് സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്? നമുക്കറിയാം 30 ആണ്. ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 70 ആണ്. നമുക്ക് 10 കൊടുത്ത് വിഡ്ത്ത് ചെയ്യാം. 10, 20, 30, 40, 50, 60, 70 വരെയാണ് ഉള്ളത് അല്ലേ. അവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നോക്കാം 0 to 10 അതിൻ്റെ നേരെ ഫ്രീക്വൻസി എത്രയാണ് ഉള്ളത്? 0 to 10 അതിൻ്റെ നേരെ ഫ്രീക്വൻസി നമുക്ക് നോക്കിയാൽ അറിയാം. 0 to 10 ഉണ്ടോ? ഫ്രീക്വൻസി എത്രയാണുള്ളത്? 30 ആണ്. ഉണ്ടോ? അത് നമ്മൾ എന്ത് ചെയ്യുന്നു? വരച്ചു. ഉണ്ടോ? 0 to 10 അതിൻ്റെ നേരെ ഫ്രീക്വൻസി 30 എഴുതി. നെക്സ്റ്റ് 10 to 20, 10 to 20 അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 70. അപ്പോൾ നമ്മൾ 70ലേക്കാണ് വരയ്ക്കേണ്ടത്. ഉണ്ടോ? 70. നെക്സ്റ്റ് ഫ്രീക്വൻസി 10 to 30 ആണ്. ഫ്രീക്വൻസി എത്രയാണ്? 50 ആണ്. നെക്സ്റ്റ് 30 to 35 ആണ് വരുന്നത് അല്ലേ. 30 to 35 നമുക്കിവിടെ ഒരു സെൻറ്റർ കൊടുക്കാം അല്ലേ. 30ക്കും 40നും ഇടയിലുള്ള അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? 30 ആണ് വരുന്നത് അല്ലേ. ഉണ്ടോ? ഇങ്ങനെ വരയ്ക്കുന്നു. നെക്സ്റ്റ് 35 to 50, 35 to 50 ആണ്. അതിൻ്റെ നേരെ ഫ്രീക്വൻസി എത്രയാണ്? 60 ആണ്. ഉണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് ഹിസ്റ്റോഗ്രാം. ഇനി എക്സ് ആക്സിസിന് നമ്മൾ എന്താ എഴുതിയ? ക്ലാസ് ആണ്. അതുകൊണ്ട് ക്ലാസ് എന്ന് എഴുതി. വൈ ആക്സിസിൽ എന്താണ്? എഫ് എന്ന് എഴുതി. ഹെഡിങ് എന്ത് എഴുതണം? ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കമൻറ്റ് ബോക്സും ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.